ഒരു ടേസ്റ്റി ആയിട്ട് ഒരു ഇഞ്ചാമ്പുളി ഉണ്ടാക്കിയെടുക്കാട്ടുന്നു. അപ്പോൾ അതിനൊരു ചട്ടി വെച്ചിട്ട് അതിലൊരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതായി വന്നപ്പോൾ ഒരു 10-25 ചുവന്നുള്ളി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ചുവന്നുള്ളി വലിയ ചുവന്നുള്ളി ആയിരുന്നു കേട്ടോ. അതിൽ ചെറുതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10-30-40 ചുവന്നുള്ളിയൊക്കെ ഇടണം കേട്ടോ. ഇപ്പോൾ ഒരു 2 കുടം വെളുത്തുള്ളി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായി വഴന്ന് വരുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. സ്വല്പം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തത് ഇഞ്ചിയാണ്. പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 5-6 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുതായി അരിഞ്ഞ് അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വാടി വരണം. വാടി വരുമ്പോൾ ഒരു 1/4 മുറി തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിരവിയതാണ് കേട്ടോ ഞാൻ. ഇത് കൊത്തുകളായിട്ടും നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇടുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ആയി കിട്ടും ചെയ്യും. നല്ലൊരു ടേസ്റ്റാണ്. ഇങ്ങനെ കഷ്ണമായിട്ട് ഇങ്ങനെ കെടുക്കില്ല. അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തത് മഞ്ഞൾപ്പൊടി 1 സ്പൂണ്, മുളക് പൊടിയാണ് കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ ഉലുവാപ്പൊടി ഇട്ട് കൊടുത്തു കേട്ടോ, 1 സ്പൂണ്. പിന്നെ പുളിവെള്ളം, ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് വെച്ചത് ഒഴിച്ചു കൊടുത്തിട്ട് 2 അച്ച് വെല്ലം ഇട്ട് കൊടുത്തു. ഇത് നമ്മൾ ഇളക്കി കൊടുത്ത് പറ്റിച്ചെടുക്കണം കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. നന്നായി വറ്റി ആ വെള്ളമൊക്കെ ഇങ്ങനെ ആ പുളിയിൽ ഇതൊക്കെ കൂടി പിടിച്ചിട്ട് നന്നായി കുറുതായി വരണം. നമ്മൾ 1/4 മുറി തേങ്ങ ഇട്ടെന്ന് പറഞ്ഞില്ല, അത് ശരിക്കും വറുത്ത പോലെ തന്നെ ആവണം കേട്ടോ. എന്നിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. പെട്ടെന്ന് കാണിക്കുമ്പോൾ നമ്മൾ മനസ്സിലാവുണ്ടോ എന്ന് സംശയം തോന്നിയോണ്ട് പറഞ്ഞതാണ് ഞാൻ. അപ്പോൾ നന്നായി ഈ വെള്ളമൊക്കെ ഇങ്ങനെ പൊട്ടിത്തെറിച്ചിട്ട് അവിടെയൊക്കെ ഇങ്ങനെ പുറത്തേക്ക് ആവും കേട്ടോ. എന്നാലും അതിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ആ വെള്ളം മുഴുവൻ, അപ്പോഴാണ് കുറച്ച് നാൾ ഇതിങ്ങനെ ഇരിക്കുക ഈ ചാമ്പുളി. വെള്ളം പൊട്ടിത്തെറിച്ച് പിന്നെ അതിങ്ങനെ പൊട്ടിത്തെറിക്കാതെയാവും. അപ്പോഴാണ് നമ്മൾ ഇങ്ങനെ എടുക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇഞ്ചിമ്പുളി ഉണ്ടാകും. പണ്ടത്തേക്കാളും തെറിക്കൽ കുറഞ്ഞു കണ്ടോ ഇങ്ങനെയായി. വേറൊരു ചട്ടി വെച്ചിട്ട് നമ്മൾ 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിൽ കടുക് ഇട്ട് കൊടുക്കുക. അത് പൊട്ടി വരുമ്പോൾ വേപ്പില ഇട്ട് കൊടുത്തു, വറ്റൽമുളക് ഇട്ട് കൊടുത്തു. ഇതിന് മുന്നേ ഞാൻ കായ ഇട്ടുണ്ടായിരുന്നു, അത് പറയാൻ മറന്നു. നേരത്തെ കായ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, കുറച്ച് ഇട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നമ്മുടെ ഇഞ്ചാമ്പുളി, ടേസ്റ്റി ആയിട്ടുള്ള ഇഞ്ചാമ്പുളി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇത് നമ്മൾ ഒരു കുപ്പി, ഡ്രൈ ആയിട്ടുള്ള കുപ്പിയിൽ ഇട്ട് വയ്ക്കുക. കുറേ നാളിരിക്കും. താങ്ക് യു, ബൈ.